നിമ്മി ഉറപ്പായി രാജിവെച്ചതുകൊണ്ട് കോൺഗ്രസിനോ UDF-നോ ഒന്നും സംഭവിക്കില്ല എന്ന് തൃശൂർ കോർപ്പറേഷൻ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ പറയുകയാണ്. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സീറ്റ് നൽകാൻ കഴിയില്ലെന്നും രാജൻ പല്ലൻ 24-നോട് പറഞ്ഞു. ഒരു ഡിവിഷനിലെ 10-15 പേരാണ് അർഹരായിട്ടുള്ളവരെ, സ്ഥാനാർത്ഥി ആഗ്രഹിക്കുന്നവരെ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പല കാര്യങ്ങളുടെ സാഹചര്യങ്ങളും നോക്കിക്കൊണ്ട് പാർട്ടി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അതിൽ മാനസിക വിഷമം വന്ന് അത് മറ്റുള്ള രാഷ്ട്രീയക്കാർ മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വീണ് ചിലപ്പോൾ പോയിട്ടുണ്ടാകാം. അതൊന്നും പാർട്ടി അത്ര ഗൗരവമായി കാണുന്നില്ല. സൂരജ് വിവരങ്ങൾ വെച്ചിട്ട് സൂരജ് ശരിയായിരിക്കാം. ഇപ്പോൾ ഒരു വാർഡിൽ മത്സരിക്കാൻ അർഹതപ്പെട്ടവർ അല്ലെങ്കിൽ മത്സരിക്കാൻ യോഗ്യതയുള്ളവർ ഒന്നിലധികം പേരുണ്ടാവാം. പക്ഷേ ആ ഒന്നിലധികം പേരെ കൂട്ടിയോജിപ്പിച്ച് ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലാണ് നേതൃമികവ് എന്ന വാക്കിന്റെ അർത്ഥം. ഇതിപ്പോൾ രാജിവെച്ച നിമ്മി ഉറപ്പായി LDF-ലേക്ക് പോവുകയാണോ, അവിടെ മത്സരിക്കാനാണോ പ്ലാൻ? കസേര പ്രധാനമാണ് സൂരജ്. കാശ്മീർ എന്തായാലും നിമ്മി ഉറപ്പായി ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക അടക്കം പുറത്തുവിട്ടത്. ആ പട്ടിക പുറത്തുവിട്ട് മണിക്കൂറുകൾ തികയും മുമ്പ് കോൺഗ്രസിന്റെ കൗൺസിലർ തന്നെ രാജിവെച്ചിരിക്കുന്നു. നിമ്മി ഉറപ്പായി രാജിവെച്ച് LDF-ന്റെ കൗൺസിലറായി മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ NCPയുടെ ഭാഗമായി ചേർന്നുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം നിമ്മി ഉറപ്പായി ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഒരു രാജിയിലേക്ക് രാജിക്കത്ത് കൈമാറുകയാണ്? കോർപ്പറേഷൻ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറുകയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ പൊട്ടിത്തെറി എന്ന് പറയാവുന്നതാണ്. ഏത് സാഹചര്യത്തിലായിരുന്നു രാജി? 5 വർഷമായി ഞാൻ കുരിയച്ചിറ കൗൺസിലറായി പ്രവർത്തിച്ചു വരികയാണ്. ഈ കുരിയച്ചിറ ഡിവിഷൻ്റെയും 50%, ഒല്ലൂർ ഡിവിഷൻ്റെ 50% ചേർന്ന് പുതിയ ഒരു ഒല്ലൂർ ഡിവിഷൻ ഇപ്പോൾ രൂപീകൃതമായി. അതിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ. എനിക്കൊരു പ്രാധാന്യം തരാതെ വേറൊരു മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളവിടെ താമസിക്കുന്ന ഒരു വ്യക്തി നിലയിൽ ഞാനൊരു പരിഗണന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് എനിക്ക് ലഭിച്ചില്ല. ആ ഒരു വിഷമം കൊണ്ട് തന്നെയാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതും. 9 വർഷമായി ഞാൻ കോൺഗ്രസിനോടൊപ്പമുണ്ട്. 4 വർഷം മണ്ഡലം പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായും 3 വർഷത്തോളമായി ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു വരുന്ന ആളാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ കോൺഗ്രസിനോടൊപ്പം ഇന്നലെ വരെ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കൊരു പ്രാധാന്യം അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു പ്രാതിനിധ്യം തരാത്തതിൻ്റെ വേദന തന്നെയാണ് എന്നെ ഇങ്ങനെയുള്ളൊരു കടുങ്കൈക്കെന്ന് ഞാൻ പറയും എന്നെ മുന്നോട്ട് നയിച്ചത്. വാഷ്മി അത് തന്നെയാണ്. അതായത് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചില്ല, അതിന്റെ മനോവിഷമത്തിൽ താൻ ഒരു കടുങ്കൈ ചെയ്യുകയാണ് എന്നുള്ളതാണ് നിമ്മി ഉറപ്പായി വ്യക്തമാക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പറയുന്നത് അവർക്കിതൊരു പ്രതിസന്ധി ആകില്ല എന്നുള്ളതാണ്. എന്തായാലും കാത്തിരുന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കത് കാണേണ്ടതാണ്. വാഷ്മി, അതുപോലെ തന്നെ എൻ്റെ ഡിവിഷനിലെ ആളുകളുടെ നിർബന്ധം കൂടിയാണ്. ഞാൻ തന്നെ വരണം എന്ന് വളരെ അധികം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തന്നെയാണ് എന്നോടൊപ്പം കുരിയച്ചിറയിലുള്ളതും. അതുപോലെ ഞാൻ പോകുന്ന എൻ്റെ ഒല്ലൂർ പള്ളിയും ആ പള്ളിനടയും എന്നെ വളരെയധികം സ്വീകരിക്കും എന്നുള്ള ഉറച്ച ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോയത്. ഓക്കെ, അപ്പോൾ നിമ്മി ഉറപ്പായി പറയുന്നത് തൻ്റെ ആൾക്കാരെല്ലാം കൂടെ നിർബന്ധിക്കുകയാണ്, മത്സരിക്കാൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് സീറ്റ് കിട്ടുന്നില്ല, അപ്പോൾ ഒരു കടുങ്കൈ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് അപ്പുറത്ത് പോയി മത്സരിക്കാനുള്ളത്. നേരത്തെ പറയുന്നത് പോലെ ഈ പറയുന്ന സീറ്റൊക്കെ പ്രധാനമാണ്. മത്സരിച്ചുകൊണ്ട് ജയിച്ച ആളുകൾക്ക് സീറ്റൊക്കെ പ്രധാനമാണ്. സീറ്റ് കിട്ടില്ലെങ്കിൽ അപ്പുറത്തോട്ട് പോകാതിരിക്കാൻ നോക്കേണ്ടത് ഈ പറയുന്ന അതത് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മികവ്. അതില്ലെങ്കിൽ ഇങ്ങനെ ചോർച്ച ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.